അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഖുർആനിലെ 43-ാം അധ്യായം സൂറത്തു സുഖ്റുഫ് 65 ആയത്ത് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് അവസാന ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ തുടർച്ചയെന്നോണം 66 മുതലുള്ള ചില സൂക്തങ്ങളാണ് ഇന്നീ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വ്യക്തമായ തെളിവുകളുമായി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവരിലേക്ക് വന്നു. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വിജ്ഞാനവും കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ചിലത് വിവരിച്ചു തരാൻ വേണ്ടിയാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ എന്നെ അനുസരിക്കണം. ഫത്തഖുല്ലാഹ വാത്തിഊൻ. നിശ്ചയമായും അള്ളാഹു തന്നെയാണ് എൻ്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും. ഇന്നല്ലാഹ വ റബ്ബി വ റബ്ബുക്കും ഫഅ്ബുദൂഹു. അതുകൊണ്ട് നിങ്ങൾ അവനെ ആരാധിക്കുക, അനുസരിക്കുക, വഴിപ്പെട്ട് ജീവിക്കുക. ഹാദാ സിറാത്ത് മുസ്തഖീം. ഇത് ശരിക്കും നേരായ പാതയാണ്. എന്നിട്ടോ അവർക്കിടയിൽ ചില കക്ഷികളുണ്ടായി. അവർ പരസ്പരം ഭിന്നിച്ചു. അവർക്ക് നാശമാണ് എന്ന താക്കീതാണ് നമ്മൾ പഠിച്ചു വെച്ചത്. 66-ാം സൂക്തത്തിൽ അള്ളാഹു ചോദിക്കുന്ന കാര്യം, ഹൽ യൻദുറൂന ഇല്ല സാഅത അൻ തഅതിയഹും ബഗ്തതൻ വഹും ലാ യശൂറൂൻ. അന്ത്യസമയത്തെ അല്ലാതെ വല്ലതും അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുവോ? അതായത് ബോധപൂർവം അറിയാതിരിക്കെ പെട്ടെന്ന് അതവർക്ക് വന്നതിനെപ്പറ്റി. ബഗ്തതൻ, പെട്ടെന്ന്. വഹും ലാ യശൂറൂൻ, അവർ അറിയാതിരിക്കെ. അന്നേ ദിവസം അഥവാ അന്ത്യനാളിൽ അൽ അഖില്ലാഹു യൗമൈദിൻ ബഅളുഹും ലിബഅളിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. ചങ്ങാതിമാർ, അഖില്ല, സ്വദീഖ്, റഫീഖ് എന്നെല്ലാം, സുമലാ, ജമീൽ, ഇതൊക്കെ കൂട്ടുകാർക്ക് പ്രയോഗിക്കുന്ന വാക്കാണ്. ഇവിടെ അഖില്ല, ചങ്ങാതിമാർ, യൗമൈദിൻ, ആ ദിവസം, ബഅളുഹും ലിബഅൾ, അവരിൽ ചിലർ ചിലർക്ക് അദുവ്വുൻ, ശത്രുവായിരിക്കും, ഇല്ലൽ മുത്തഖീൻ, ഭയഭക്തന്മാർ ഒഴികെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സമൂഹത്തിലേക്ക് വരികയും അവരോട് സത്യദീനിനെക്കുറിച്ച് പ്രബോധനം നടത്തുകയും ചെയ്തു. അദ്ദേഹം ഉപദേശിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം ഭിന്നമായി അവർ കക്ഷികളായി തിരിഞ്ഞു, പരസ്പരം ഭിന്നിച്ചു. ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് നൽകിയിരുന്നു. അദ്ദേഹം യഥാർത്ഥ തൗഹീദിനെക്കുറിച്ച് അവരോട് പറഞ്ഞു. പക്ഷേ അവരിൽ വീണ്ടും ഭിന്നിപ്പും ഛിദ്രതയും ഉടലെടുത്തു. നേർമാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു. അന്ത്യനാളിൽ അവർക്ക് വലിയ ശിക്ഷയാണ് അത് കാരണമുണ്ടാവുക. ഇന്ന് അക്രമത്തിലും ദുർമാർഗത്തിലും അന്യോന്യം സഹായിച്ചും സഹകരിച്ചും വർത്തിക്കുന്ന മിത്രങ്ങളെന്ന് വിചാരിക്കുന്നവരെല്ലാം അന്ന് പരസ്പരം ശത്രുക്കളായി മാറും. സജ്ജനങ്ങളായ ഭക്തന്മാർ മാത്രമേ ഇതിൽ നിന്ന് ഒഴിവാകുകയുള്ളൂ. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി കൂട്ടുകാരായവർ, പരസ്പരം സഹകരിച്ചവർ, നന്മയും സത്യത്തെയും തടയാൻ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചവരെല്ലാം നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന അതിദയനീയമായ കാഴ്ചയെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. ഭക്തന്മാരായ ആളുകൾ അവർക്ക് ലഭിക്കുന്ന മനോഹരമായ സ്വർഗീയ അനുഭൂതികളെക്കുറിച്ചാണ് തുടർന്നുള്ള സൂക്തങ്ങൾ പറയുന്നത്. യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ. എൻ്റെ അടിയാന്മാരെ, നിങ്ങളുടെ മേൽ ഇന്ന് യാതൊരു ഭയവുമില്ല, നിങ്ങൾ വ്യസനപ്പെടുകയുമില്ല. അല്ലദീന ആമനു ബി ആയാത്തിന വക്കാനു മുസ്ലിമീൻ. അതായത് നമ്മുടെ ആയത്തുകളിൽ, അതിൻ്റെ സന്ദേശങ്ങളിൽ വിശ്വസിക്കുകയും ഇസ്ലാം അനുസരിച്ച് യഥാർത്ഥ മുസ്ലിങ്ങളായി തീരുകയും ചെയ്തിട്ടുള്ളവർ. അവരോട് പറയും, ഉദ്ഖുലുൽ ജന്നത വഅൻതും വഅസ്വാജുക്കും തുഹ്ബറൂൻ. തുഹ്ബറൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷഭരിതരായ നിലയിൽ, നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷഭരിതരായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഇതാണ് മുത്തഖീങ്ങളായ ആളുകൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഭൂതി. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സൂറത്ത് യാസീനിൽ
സ്വർഗീയമായ അനുഭൂതിയെക്കുറിച്ച് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇതാഫു അലൈഹിം ബിസിഹാഫി മിൻ ലഹബിൻ വഅക്വാബ് വഫീഹ മാ തഷ്തഹിഹി അൽ അൻഫുസു വതലല്ലുൽ അയുൻ വഅൻതും ഫീഹാ ഖാലിദൂൻ. സ്വർണം കൊണ്ടുള്ള തളികകൾ, കോപ്പകളുമായി അവരിൽ ചുറ്റി നടക്കപ്പെടും. മനസ്സുകൾ ഇച്ഛിക്കുകയും കണ്ണുകൾ രസിക്കുകയും ചെയ്യുന്നതെല്ലാം അതിലുണ്ട്. ഏ ഭക്തരെ, അതിൽ നിങ്ങൾ നിത്യവാസികളുമായിരിക്കും. വതിൽക്കൽ ജന്നത്തുല്ലത്തി ഊരിസ്തുമൂഹ ബിമാ കുൻതും തഅമലൂൻ. അതത്രേ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് നിങ്ങൾക്ക് അവകാശമായി നൽകപ്പെട്ട സ്വർഗം. ലക്കും ഫിഹാ ഫാക്കിയത്തുൻ കസീറ. നിങ്ങൾക്കതിൽ ധാരാളം പഴവർഗ്ഗങ്ങളുണ്ടായിരിക്കും. ഫാക്കിയത്ത്, പഴങ്ങൾ. മിൻഹാ തഅകുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ തിന്നുകൊണ്ടിരിക്കും. ദുനിയാവിലെ പഴങ്ങളോ ദുനിയാവിലെ സുഖസൗകര്യങ്ങളോ അല്ല സ്വർഗീയാനുഭൂതി എന്ന് പറയുന്നത്. ഒരിക്കലും മടുപ്പ് വരാത്ത രൂപത്തിലുള്ള അനുഭവങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളുമായിരിക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു, തൻ്റെ തോട്ടങ്ങൾ, തൻ്റെ ഭാര്യമാർ, ഭൃത്യന്മാർ, സുഖസൗകര്യത്തിനുള്ള വിഭവങ്ങൾ, കട്ടിലുകൾ മുതലായവയെ 1000 കൊല്ലത്തെ ദൂരത്തേക്കാൾ നോക്കിക്കാണുന്നവനായിരിക്കും സ്വർഗ്ഗക്കാരിൽ ഏറ്റവും താണപടിയുള്ളവൻ. അള്ളാഹുവിങ്കൽ കൂടുതൽ ആദരണീയനായിട്ടുള്ളവനാവട്ടെ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൻ്റെ തിരുമുഖം ദർശിക്കുന്നവനായിരിക്കും. പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തമോദി, വുജൂഹു യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. സന്തോഷത്താൽ പ്രക്ഷോഭിതമായ ചില മുഖങ്ങൾ അന്ന് അവയുടെ റബ്ബിലേക്ക് നോക്കിക്കാണുന്നവയായിരിക്കും. സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കുക വഴി ഭക്തന്മാരായ ആളുകളുടെ പ്രതിഫലം വിവരിച്ച ശേഷം നരകവാസികളെക്കുറിച്ച് പറയുന്നു. സൂറത്ത് യാസീനിലും അങ്ങനെ തന്നെയാണല്ലോ. വംതാസുൽ മുജ്രിമൂൻ, വംതാസുല്യവും, ഇന്നേ ദിവസം നിങ്ങൾ മാറി നിൽക്കുക. അയ്യുഹൽ മുജ്രിമൂൻ, അല്ലയോ കുറ്റവാളികളെ. ഇന്നൽ മുജ്രിമീന ഫി അദാബി ജഹന്നമ ഖാലിദീൻ. നിശ്ചയമായും കുറ്റവാളികൾ നരകശിക്ഷയിൽ നിത്യവാസികളായിരിക്കും. 74-ാം സൂക്തം മുതൽ നരകശിക്ഷയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ലാ തുഫത്തറു അൻഹും വഹും ഫീഹി മുബ്ലിസൂൻ. അവരിൽ നിന്ന് അത് അയവരുത്തുന്നല്ല, അവരതിൽ നിരാശരായിരിക്കും. ഇബ്ലീസ് എന്ന വാക്കിനർത്ഥം നിരാശപ്പെട്ടവനെന്നാണ്. നരകവാസികൾ വഹും ഫീഹി മുബ്ലിസൂൻ, അവരതിൽ നിരാശരായിരിക്കും. വമാ ദലംനാഹും വലാകിൻ കാനൂ ഹുമുൽ ളാലിമീൻ. നാം അവരോട് അക്രമം പ്രവർത്തിച്ചിട്ടില്ല, പക്ഷേ അവർ തന്നെയാണ് അക്രമികളായിരിക്കുന്നത്. അവർ വിളിച്ചു പറയും, വനാദൗ യാ മാലിക്കു ലിയഖ്ലി അലൈന റബ്ബുക ഖാല ഇന്നക്കും മാക്കിസൂൻ. അല്ലയോ മാലിക്കേ, തൻ്റെ റബ്ബ് ഞങ്ങളിൽ മരണത്തിന് തീരുമാനമെടുക്കട്ടെ. അദ്ദേഹം പറയും, നിശ്ചയമായും നിങ്ങൾ ശിക്ഷയിൽ തന്നെ താമസിക്കുന്നവരാണ്. ലഖദ് ജഅനാകും ബിൽ ഹഖ് വലാകിന്ന അക്സറകും ലിൽ ഹഖ് കാരിഹൂൻ. തീർച്ചയായും നിങ്ങൾക്ക് നാം യാഥാർത്ഥ്യം കൊണ്ടുവന്നു തന്നിരിക്കുന്നു, പക്ഷെ നിങ്ങളിൽ അധികം ആളുകളും യാഥാർത്ഥ്യത്തെ വെറുക്കുന്നു. നരകശിക്ഷയിൽ ആളുകൾ വല്ലാണ്ട് നിരാശരായി പോകും. ഈ ദുന്യാവിൽ കുറേ സുഖങ്ങൾ, എല്ലാ സൗകര്യങ്ങളും, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, അതിൽ മതിമറന്ന് പരലോകത്തെ വിസ്മരിച്ച മനുഷ്യൻ്റെ മുമ്പിൽ വലിയ ചില ചോദ്യമാണ് ഇത്തരം സൂക്തങ്ങൾ. നാളെ പരലോകത്തിൽ നരകം ലഭിക്കുമ്പോൾ അവൻ അങ്ങേയറ്റം നിരാശനായിരിക്കും. ശിക്ഷ സഹിക്കവയ്യാതെ ഗതിമുട്ടുമ്പോൾ തങ്ങളുടെ യാതനയ്ക്കൊരറുതി ലഭിച്ചെങ്കിലോ എന്ന് മോഹിച്ചുകൊണ്ട് നരകവാസികൾ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന മലക്കിനും അഥവാ മാലിക്കിനെ വിളിച്ചപേക്ഷിക്കും, തങ്ങൾ മരണപ്പെട്ടു പോകത്തക്ക വിധം, ഇനിയൊരിക്കലും ജീവിതമില്ലാത്ത വിധം അള്ളാഹുവിൽ നിന്നും ഒരു വിധി കിട്ടുവാൻ ശുപാർശ ചെയ്യണമെന്ന്. എന്നാൽ ഇനി പരലോകത്ത് വെച്ച് മരണമില്ലെന്ന കാര്യം അള്ളാഹു തീർച്ചപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മാലിക്കിൻ്റെ മറുപടി, അതിന് നിവൃത്തിയില്ല, നിങ്ങൾ ശിക്ഷയിൽ സ്ഥിരമായി കഴിഞ്ഞുകൊള്ളേണ്ടവരാണ് എന്നായിരിക്കും. അള്ളാഹു നമ്മയൊക്കെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ദുനിയാവിൽ കുറേ സുഖങ്ങൾ ലഭിക്കുമ്പോൾ, ആനന്ദങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മിൽ പലരും അള്ളാഹുവിനെ മറന്നു പോകുന്നുണ്ട്. അള്ളാഹു പറയുന്നു, അബ്രമു അമ്രൻ ഫൈന്ന മുബിരിമൂൻ. അതല്ല, ഒരു പക്ഷേ അവർ വല്ല കാര്യവും പരിപാടിയും ഉറപ്പിച്ചിരിക്കുന്നുവോ? എന്നാൽ നിശ്ചയമായും നാമും ചിലത് ഉറപ്പിച്ചു വെക്കുന്നവരാണ്. അം യഹ്സബൂന അന്ന ലാ നസ്മഉ സിർറഹും വനജ്വാഹും ബലാ
വറുസുലുന ലദൈഹിം യക്തുബൂൻ. അതല്ലെങ്കിൽ അവർ വിചാരിക്കുന്നുണ്ടോ അവരുടെ രഹസ്യവും സ്വകാര്യ മന്ത്രവും നാം കേൾക്കുന്നില്ലെന്ന്? ഇല്ലാതെ നാം കേൾക്കുന്നുണ്ട്. നമ്മുടെ ദൂതന്മാർ അവരുടെ അടുക്കൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ദീനിനെ പരാജയപ്പെടുത്താനുള്ള വല്ല പരിപാടിയോ തന്ത്രമോ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അത് ഏത് പ്രവാചകന്മാരുടെ കാലത്തും അത്തരം ചില കുതന്ത്രങ്ങളും തൽപര കക്ഷികളും എതിർകക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ ആ നിലപാടൊരിക്കലും അവർക്ക് ഗുണമല്ല. അവരുടെ മേൽ തക്ക നടപടിയെടുക്കാനുള്ള പരിപാടി അള്ളാഹുവും സ്വീകരിക്കും. അള്ളാഹുവിൻ്റെ നടപടി വിജയിക്കാതിരിക്കില്ല. നിങ്ങളുടെ നടപടിയോ അതൊരിക്കലും വിജയിക്കുകയില്ല. താൽക്കാലികമായ ചില നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവാം. ഏത് രഹസ്യവും കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. അവരുടെ ചെയ്തികളെല്ലാം രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അവരുടെ ഓരോ ചെയ്തിയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് സാരം. നബിയോട് പറയുന്നു, നബിയെ, പരമകാരുണികന് വല്ല സന്താനവും ഉണ്ടെന്ന് വരികിൽ ഞാൻ അതിൻ്റെ ആരാധകന്മാരിൽ ഒന്നാമനായിരിക്കും. ഖുൽ ഇൻകാനില്ലി റഹ്മാനി വലദ് ഫാന അവലുൽ ആബിദീൻ. ഈസാ നബിയെ അള്ളാഹുവിൻ്റെ പുത്രനായി സങ്കല്പിക്കുക വഴി എത്ര വലിയ അപരാധമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ചെയ്തത് എന്ന് ഈ സൂക്തം ഗൗരവത്തോടെ, അഥവാ അള്ളാഹുവിന് വല്ല സന്താനമുണ്ടെങ്കിൽ ഞാൻ അതിലൊന്നാമനായി. ഫഅന അവലുൽ ആബിദീൻ. സുബ്ഹാന റബ്ബിസ് സമാവാതി വൽ അർളി റബ്ബിൽ അർഷി അമ്മാ യസിഫൂൻ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ്, അതായത് അർഷിൻ്റെ സിംഹാസനത്തിൻ്റെ റബ്ബ്, അവർ വർണ്ണിച്ച് പറയുന്നതിൽ നിന്ന് എത്രയോ പരിശുദ്ധനാണ്. മക്കളെ സ്വീകരിക്കുക, മക്കൾ ജനിക്കുക എന്നിങ്ങനെ സൃഷ്ടികളുടേതായിട്ടുള്ള സകല ഗുണവിശേഷങ്ങളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതൊന്നും പരമോന്നതനായ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ചതല്ല എന്ന് സൂറത്തുൽ ഇഖ്ലാസ് പഠിക്കുമ്പോൾ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ ധിക്കരിക്കുന്ന, അള്ളാഹുവിന് പുത്രനെ സങ്കല്പിക്കുന്ന, അള്ളാഹുവിൻ്റെ കഴിവിൽ മറ്റുള്ളവരെ പങ്കാളികളാക്കുന്ന ആളുകളോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് വളരെ കൃത്യമായി ഏറ്റവും അവസാന ഭാഗം 83 മുതൽ 89 വരെയുള്ള സൂക്തങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സിൽ അത് സൂചിപ്പിക്കാം. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. വീഴ്ചകളും പാപങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.